Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Movatupuzha. നമ്മൾ ഓൾറെഡി കോസ്റ്റ് അക്കൗണ്ടിങ് 2-ൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത് കണ്ടു കഴിഞ്ഞിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ടൈം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ, അത് ജോയിൻ പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് ആ ഒരു രീതിക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ എക്സ് ഈൽഡ് ബൈ ഇറ്റ്സ് പ്രോഡക്റ്റ് വൈ ആൻഡ് ഇസഡ് ഓൾസോ. അപ്പോൾ എക്സ് ഉണ്ടാക്കുമ്പം വൈയും ഇസഡും നമുക്ക് കൂടെ കിട്ടി. ദ ജോയിൻറ്റ് എക്സ്പെൻസ് ഓഫ് മാനുഫാക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 5000, ലേബർ 4000, ഓവർ ഹെഡ് 4500, അങ്ങനെ ടോട്ടൽ 13500. സബ്സീക്വൻറ്റ് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും ടോട്ടലും ഉണ്ട്, സെയിൽസും ഉണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽസിൻ്റെ പെർസെൻറ്റേജും ഉണ്ട്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് യൂസിങ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്. ഇതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് ആണ്. പർട്ടിക്കുലേഴ്സ് പ്രോഡക്റ്റ് എക്സ്, വൈ, ഇസഡ്, ദെൻ ടോട്ടൽ. നമ്മൾ ഏറ്റവും ആദ്യം ക്വസ്റ്റിനെ കൊടുത്തിരിക്കുന്ന സെയിൽസ് വാല്യൂ വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ സെയിൽസ് വാല്യൂ എഴുതുന്നു 21000, 10000, 9000, അങ്ങനെ ടോട്ടൽ 40000. അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് 50%, 50%, 33.33%. അപ്പോൾ 21000-ൻ്റെ 50%, 10000-ൻ്റെ 50%, 9000-ൻ്റെ 33.33%. അങ്ങനെ നമ്മൾ ടോട്ടൽ 18500 കുറയ്ക്കുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് കിട്ടും 10500, 5000, 6000, 21500. അതിൽ നിന്ന് നമ്മുടെ സബ്സിക്വൻറ്റ് കോസ്റ്റുകളായ ഈ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഓരോന്നിൻ്റെയും ടോട്ടൽസ് 3500, 2000, 2500, അങ്ങനെ മൊത്തം 8000. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അറ്റ് എ സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് കിട്ടും 7000, 3000, 3500, 13500. നമ്മളതിൻ്റെ റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കുന്നു. എല്ലാത്തിലും 2 0 കോമൺ ആയതുകൊണ്ട് നമുക്ക് 70, 30, 35 എന്നെടുക്കാം. വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 14, 6, 7 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ 14 + 6 + 7 ടോട്ടൽ 27 വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ്, ജോയിൻറ്റ് കോസ്റ്റിനെ എങ്ങനെ അലോക്കേഷൻ നടത്താം, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ 13500 നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അത് ഇൻറ്റു 14/27 7000 വരും. ദെൻ വീണ്ടും 13500 ഇൻറ്റു 6/27 3000. ദെൻ 13500 ഇൻറ്റു 7/27 3500. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഡ്യൂറിങ് 2 year വേർ ആസ് ഫോളോസ്. നമുക്ക് 2 വർഷം 2019, 20 തന്നിട്ടുണ്ട്. സെയിൽസും ഉണ്ട്, പ്രോഫിറ്റും ലോസും ഉണ്ട്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ ഈ മോഡലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് 2 വർഷവും പ്രോഫിറ്റ് ആയിരുന്നു ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിൽ, പക്ഷേ ഇതിലൊരു വർഷം ലോസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ PV റേഷ്യോ, ബ്രേക്ക് ഇവൻ പോയിൻറ്റ്, സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000, ദെൻ പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് 1,20,000. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ PV റേഷ്യോ തന്നെ ചെയ്യാം. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വർഷം പ്രോഫിറ്റും ഒരു വർഷം ലോസും ആയതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് കിട്ടാനായിട്ട് -4800 ആണ്. അപ്പം 6000-ലേക്ക് എത്തി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 10800 ആണ് വരിക കേട്ടോ. ഒരെണ്ണം മൈനസും ഒരെണ്ണം പോസിറ്റീവ് ആയതുകൊണ്ട് 10800 വരും. ദെൻ ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുമ്പം 1,30,000 - 76,000 54,000 വരും. അപ്പോൾ 10800/54,000 × 100 20%. രണ്ടാമത് അവർ ചോദിച്ചേക്കുന്ന ബ്രേക്ക് ഇവൻ പോയിൻ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പം നമുക്ക് ആദ്യം ഫിക്സഡ് കോസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ കിട്ടാനായിട്ട് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ചെയ്താൽ മതി. അപ്പോൾ 2019 കിട്ടാനായിട്ട് സെയിൽസ് 76,000 ആണ്. PV റേഷ്യോ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 76,000 ഇൻറ്റു 20/100 15,200. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും 15,200 മൈനസ് നമ്മുടെ 4,800 എന്ന് പറയുന്നത് ലോസ് ആണല്ലോ. അപ്പോൾ ഒരു മൈനസും കൂടെ വരുമല്ലോ, -4,800. അപ്പോൾ രണ്ടുകൂടെ കൂട്ടേണ്ടതായിട്ട് വരും. 20,000 രൂപ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. 2020 വന്നു കഴിയുമ്പോഴും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സെയിൽസ് 13,000 ആണ്, 1,30,000 ആണ്. ഇൻറ്റു 20/100 26,000 കിട്ടും. 26,000 മൈനസ് ആ വർഷത്തെ പ്രോഫിറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 6,000 രൂപ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 20,000 രൂപ എന്ന് കിട്ടും. ദെൻ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ ആണ്. അപ്പോൾ 20,000/20 × 100 1,00,000 രൂപ. ദെൻ അടുത്തവർ ചോദിച്ചേക്കുന്നത് സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,00,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ PV റേഷ്യോ ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് 20,000 ആണ്. ഡിസൈഡ് പ്രോഫിറ്റ് അവർ ചോദിച്ചേക്കുന്നത് 10,000 ആണ്. ഡിവൈഡഡ് ബൈ 20 × 100 1,50,000.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നത് പ്രോഫിറ്റ് അറ്റ് എ സെയിൽ ഓഫ് 1,20,000 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ്. പുതിയ സെയിൽസ് 1,20,000 ആയി കഴിഞ്ഞാൽ 1,20,000 ഇൻറ്റു 20/100 24,000 കിട്ടും നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 24,000 മൈനസ് 20,000 4,000 രൂപയാണ് നമ്മുടെ ആ ഒരു പ്രോഫിറ്റ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡേറ്റ. ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 80,000 യൂണിറ്റ്സ്, ഫിക്സഡ് എക്സ്പെൻസ് 4 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് 10, സെല്ലിംഗ് എക്സ്പെൻസ് 20. ഡ്രോ എ ബ്രേക്ക് ഇവൻ ചാർട്ട് ഡ്യൂറിങ് ഷോയിങ് ദ ബ്രേക്ക് ഇവൻ പോയിൻറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നെ ആ ഒരു മാനുവലായിട്ട് ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ കിട്ടാനായിട്ട് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ മതി. സെയിൽസ് 20 വേരിയബിൾ കോസ്റ്റ് 10 ആണ്. അപ്പോൾ 20 മൈനസ് 10 10. 4 lakh ഡിവൈഡ് ബൈ 10 40,000 യൂണിറ്റ്സ്. നമുക്ക് ആ ടേബിളും കൂടി ഒന്ന് വരയ്ക്കാം. ഔട്ട്പുട്ട് നമ്മൾ 80,000 ആണല്ലോ ഒരു സെയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 0 മുതൽ 80,000 വരെ ഇട്ടു. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പം തുടക്കത്തിൽ 0 ആയിരിക്കും. പിന്നെ 10 രൂപയാണ്. അപ്പോൾ 10,000 ഇൻറ്റു 10, ദെൻ 20,000 ഇൻറ്റു 10, 30,000 ഇൻറ്റു 10, 40,000 ഇൻറ്റു 10, 50,000 ഇൻറ്റു 10, 60,000 ഇൻറ്റു 10, 70,000 ഇൻറ്റു 10, 80,000 ഇൻറ്റു 10. ദെൻ ഫിക്സഡ് കോസ്റ്റ് എല്ലായിടത്തും സെയിം തന്നെ 4 ലക്ഷം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നോട് കൂട്ടിയാൽ മതി. 0 + 4 4, ദെൻ 4 lakh + 1 lakh 5 lakh, ദെൻ 4 + 2 6, 4 + 3 7, 4 + 4 8, 5 + 4 9, 6 + 4 10, 7 + 4 11 ആൻഡ് 8 + 4 12. ദെൻ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 20 രൂപ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആകുമ്പോൾ സെയിൽസ് ഇല്ല. പിന്നീട് 10,000 ഇൻറ്റു 20, അതിനുശേഷം 20,000 ഇൻറ്റു 20, 30,000 ഇൻറ്റു 20, 40,000 ഇൻറ്റു 20, അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ബ്രേക്ക് ഇവൻ പോയിൻ്റ് വരയ്ക്കുന്നു. നമ്മളാദ്യം തന്നെ ഇവിടെ കോസ്റ്റ് അല്ലെങ്കിൽ സെയിൽസ് ആണല്ലോ കാണിക്കുന്നത്. 16 ലക്ഷം വരെ നമുക്ക് വരണമല്ലോ. അപ്പോൾ 0 മുതൽ നമ്മളൊരു 18 ലക്ഷം വരെ 0 2 6 അങ്ങനെ അങ്ങോട്ട് കൊടുത്തു. 2 4 6 കൊടുത്തു. താഴെ 1 2 3 4 5 6 7 8 കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ നേരെ നമ്മളൊരു വര വരച്ചു. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നു. ആസ് യൂഷ്വൽ എങ്ങനെയാണോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം 10,000 ആണ് നമ്മുടെ ഔട്ട്പുട്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 5 ലക്ഷത്തിലാണ്. അപ്പോൾ 10ന് നേരെ 5 കിട്ടാൻ പാകത്തിന് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും കിട്ടുന്നു, ബ്രേക്ക് ഇവൻ പോയിൻറ്റും കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം അതിൻ്റെ ഗ്രാഫ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ഓവർ ഹെഡ് കോസ്റ്റ് അറ്റ് 60%, 70%, 80% കപ്പാസിറ്റി ആൻഡ് ഓൾസോ ഡിറ്റർമൈൻ ദ ഓവർ ഹെഡ് റേറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ്പെൻസ് അറ്റ് 50% കപ്പാസിറ്റിയാണ് നമുക്ക് തന്നേക്കുന്നത്. വേരിയബിൾ ഓവർ ഹെഡ് ഉണ്ട്, സെമി വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, ഡിപ്രീസിയേഷനും ഉണ്ട്, എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവറും ഉണ്ട്. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാം. നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന ഹെഡിങ് കൊടുക്കുന്നു. പർട്ടിക്കുലേഴ്സ് കോളം 50, 60, 70, 80 കോളങ്ങൾ. വേരിയബിൾ ഓവർ ഹെഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ ആദ്യം എഴുതുന്നു. 10,000 ആണ്. അതിനെ 60% മാറ്റാനായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളുക. ഞാൻ കാൽക്കുലേഷൻ അവിടെ എഴുതി വെച്ചിട്ടില്ല. 10,000 ഇൻറ്റു നമുക്ക് 60ലേക്കല്ലേ മാറ്റേണ്ടത്. അപ്പോൾ 10,000 ഇൻറ്റു 60/50 അതാണ് 12,000. ദെൻ 10,000 ഇൻറ്റു 70/50 14,000. 10,000 ഇൻറ്റു 80/50 16,000. ഇൻഡയറക്റ്റ് ലേബർ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു. 6,400 ഇൻറ്റു 60/50, 6,400 ഇൻറ്റു 70/50, 6,400 ഇൻറ്റു 80/50. ദെൻ സെമി വേരിയബിൾ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റിപ്പയർ പറഞ്ഞേക്കുന്നത് അവർ 60% ഫിക്സഡ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ 6,000ൻ്റെ 60% ഒന്ന് കണ്ടുപിടിക്കുക. 6,000ൻ്റെ 60% എന്ന് പറയുമ്പോൾ 3,600 വരും. അത് ഫിക്സഡ് ആയതുകൊണ്ട് എല്ലാ കോളത്തിലും 3,600. ബാക്കി 6,000ൽ എത്രയുണ്ട്? 40%, അതായത് 2,400. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2,400 ഇൻറ്റു 60/50, 2,400 ഇൻറ്റു 70/50, 2,400 ഇൻറ്റു 80/50. ഇലക്ട്രിസിറ്റി കോസ്റ്റും അങ്ങനെ തന്നെയാണ്. 24,500 നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ 50% എന്ന് പറയുമ്പം 12,250 എല്ലാ കോളത്തിലും ഫിക്സഡ് ആയിട്ട് എഴുതുന്നു. ബാക്കി 50% 12,250നെ 60/50, 70/50, 80/50 അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗേഴ്സാണ് ഇതൊക്കെ. ദെൻ ഫിക്സഡ് ഓവർ ഹെഡുകൾ ഓഫീസ് എക്സ്പെൻസും ഇൻഷുറൻസും ഡിപ്രീസിയേഷനും എല്ലായിടത്തും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് എല്ലാ കോളവും നമ്മൾ അങ്ങോട്ട് ടോട്ടൽ എടുക്കുന്നു. 1,16,900, 1,23,110, 1,29,320, 1,35,530. അതിനുശേഷം നമ്മൾ ലേബർ അവർ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു. 50% കപ്പാസിറ്റി ആണെങ്കിൽ ലേബർ അവർ 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60%ലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതെന്ത് ചെയ്യണം?
1,20,000 ഇൻറ്റു 60/50 ചെയ്യണം, അപ്പോൾ 1,44,000 കിട്ടും. ദെൻ 1,20,000 ഇൻറ്റു 70/50 ചെയ്യണം, 1,60,000 കിട്ടും. 1,20,000 ഇൻറ്റു 80/50 ചെയ്യണം, 1,92,000 കിട്ടും. എന്നിട്ട് 1,16,900 ഡിവൈഡ് ബൈ 1,20,000 ചെയ്യുമ്പോൾ കിട്ടുന്നതാണിത്. 1,23,110 ബൈ 1,44,000 ചെയ്യുമ്പോൾ കിട്ടുന്നതാണിത്. 1,29,320 ബൈ 1,68,000 ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത്. 1,35,530 ബൈ 1,92,000 ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത്. ഇത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിളാണ്. ദെൻ അടുത്തത്, സ്മാർട്ട് കൺസ്ട്രക്ഷൻ കമ്പനി കമൻസ്ഡ് എ കോൺട്രാക്ട് വർക്ക് ഓൺ 1/1/2019. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഗിവൺ ഇൻ കണക്ഷൻ വിത്ത് കോൺട്രാക്ട് നമ്പർ 505 ഫോർ ദ ഇയർ എൻഡിങ് 31 December 2019. കോൺട്രാക്ട് പ്രൈസ് ഉണ്ട്, വർക്ക് സർട്ടിഫൈഡ് ഉണ്ട്, കോൺട്രാക്ടീസ് അക്കൗണ്ട് ഉണ്ട്, മെറ്റീരിയൽ ഇഷ്യൂഡ്, ഡയറക്റ്റ് വേജസ്, ഓവർ ഹെഡ്, സബ് കോൺട്രാക്ട് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, കോസ്റ്റ് ഓഫ് എക്സ്ട്രാ വർക്ക്, റിക്കവറീസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ അറ്റ് സൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഗിവൺ എബവ് ഇൻക്ലൂഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ആഫ്റ്റർ December 15th ഓൾസോ. അപ്പോൾ December 15th ശേഷം തന്നേക്കുന്ന എക്സ്പെൻസ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ടാണ് നമ്മൾ എടുക്കാറ് കേട്ടോ. അപ്പോൾ മെറ്റീരിയലും ഡയറക്റ്റ് വേജും ഓവർ ഹെഡും ഡിപ്രീസിയേഷനും വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ട് എടുക്കാനുള്ള ക്ലൂ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്യും നോക്കാം. നമ്മൾ ആദ്യം തന്നെ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന ഹെഡിങ് കൊടുക്കുന്നു. മെറ്റീരിയൽസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 3,60,000 നമ്മൾ ഡെബിറ്റിലേക്ക് എഴുതുന്നു. ഡയറക്റ്റ് വേജ് 3,10,000 നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഓവർ ഹെഡ് 18,000 ഡെബിറ്റ് ചെയ്യുന്നു. സബ് കോൺട്രാക്ട് കോസ്റ്റ് 16,000 നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് എക്സ്ട്രാ വർക്ക് 7,000 നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ഹോൾ ഇയറിൽ നമുക്ക് തന്നിട്ടുണ്ട് 24,000 ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ മെറ്റീരിയൽ അറ്റ് സൈറ്റ് ക്വസ്റ്റ്യനിലുണ്ട് 6,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ദെൻ എക്സ്ട്രാ വർക്കിൻ്റെ റിക്കവറി ചെയ്തേക്കുന്ന എമൗണ്ട് 8,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബൈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക, അല്ലെങ്കിൽ ബൈ റിക്കവറി എന്ന് പറഞ്ഞ് കാണിക്കുക 8,000. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട് 12 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് എഴുതി. വർക്ക് അൺസർട്ടിഫൈഡ് നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നേക്കുന്ന 15-ാം തീയതിക്ക് ശേഷമുള്ളതെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 21,000 പ്ലസ് 8,000 പ്ലസ് 1,500 പ്ലസ് 800 31,300 എന്ന് വരും. അതും കൂടെ നമ്മളിവിടെ എഴുതി അക്കൗണ്ട് അങ്ങോട്ട് ബാലൻസ് ചെയ്തു. അപ്പോൾ 12,45,300 ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടി 5,10,300. അത് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും. വർക്ക് സർട്ടിഫൈഡ് 12 ലക്ഷമാണ്, കോൺട്രാക്ട് പ്രൈസ് 18 ലക്ഷമാണ്. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് ഹാഫിനെക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,10,300 ആണ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ക്വസ്റ്റ്യനിലുണ്ട് 9,60,000 ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 2,72,160. അപ്പോൾ അത് നമ്മൾ 2 P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. വീണ്ടും അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി 3 പ്രോബ്ലം കൂടി ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.